എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ വാഹനം വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ, അതായത് ഷോറൂമിൽ നിന്നും വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വാഹനം ഓടിക്കാൻ തുടങ്ങും. അങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് ആസിറ്റീസ് ഏത് കംപ്ലൈൻറ്റ് ആ വാഹനത്തിലുണ്ട് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് പക്ഷേ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഷോറൂമിൽ നിങ്ങൾ വാഹനം കൊണ്ട് കൊടുത്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഈ വാഹനത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു? പലരും ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് വലിയ സുഖമില്ല, കാരണം ഒരു ചെറിയ തൊണ്ടവേദനയും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ സൗണ്ട് മാറ്റം ഉണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. ഏതായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഫേസ് ചെയ്യുന്നൊരു വലിയ ഇഷ്യൂ ആണ്. അതായത് വർക്കെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ വാഹനം വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ, അതായത് ഷോറൂമിൽ നിന്നും വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വാഹനം ഓടിക്കാൻ തുടങ്ങും. അങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് ആസിറ്റീസ് ഏത് കംപ്ലൈൻറ്റ് ആ വാഹനത്തിലുണ്ട് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് പക്ഷേ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഷോറൂമിൽ നിങ്ങൾ വാഹനം കൊണ്ട് കൊടുത്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഈ വാഹനത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു? പലരും ഫേസ് ചെയ്യുന്നൊരു വലിയ ഇഷ്യൂ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കംപ്ലൈൻറ്റ് നമ്മുടെ വാഹനത്തിൽ വരുന്ന സമയത്ത് നമ്മളത് മാക്സിമം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ വാഹനത്തിൽ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഈ ഒരു കംപ്ലൈൻറ്റ് പിന്നെയും ആ സമയത്ത് അത് കാണിക്കണം. അല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചു കൊടുക്കണം. എന്തുകൊണ്ട് ഇത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ചിലപ്പോൾ നമ്മൾ ഓടിക്കുന്ന സിറ്റുവേഷൻസിൽ ചില സിറ്റുവേഷനിൽ മാത്രം ഈ ഒരു സൗണ്ട് കാണിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ഇപ്പം നല്ലൊരു റോഡിൽ ഓടുന്നു, ചിലപ്പോൾ ആ സൗണ്ട് കാണിക്കത്തില്ല. ഗട്ടർ റോഡിൽ ഓടുന്നു, ചിലപ്പോൾ ആ സൗണ്ട് കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഷോറൂമിൽ അവരോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവരോട് പറയും ഇതൊരു ഗട്ടർ റോഡിൽ ചാടുമ്പോൾ സൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗട്ടർ റോഡിൽ ചാടിയപ്പോൾ സൗണ്ട് കിട്ടിയില്ല, അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറയണം ഇന്ന സിറ്റുവേഷനിൽ, അതായത് ചിലപ്പോൾ ഒന്ന് ചെരിഞ്ഞ് കയറുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇറങ്ങി തിരിയുമ്പോഴായിരിക്കും, അത് ഏത് കണ്ടീഷനിലാണ് ഈ ഒരു സൗണ്ട് കിട്ടുന്നത്, ആ ഒരു സൗണ്ട് മസ്റ്റായിട്ടും അവർക്ക് കാണിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കംപ്ലയിൻറ്റ് മാറ്റി കിട്ടുന്നതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല ഞാനിത് പറഞ്ഞത്, കാരണം പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം പലരും ഒരു കംപ്ലയിൻറ്റ് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ കൂടെ ആയിരിക്കും പറയുന്നത് ഇന്നൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്ന് പോലും ഇല്ല, പക്ഷേ അവർ തിരിച്ച് ഓടിക്കും അല്ലെങ്കിൽ ആ കസ്റ്റമർ ഓടിക്കുന്ന സമയത്ത് അത് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഷോറൂമിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരുടെ കൂട്ടത്തിലിരുന്ന് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഈ ഒരു കംപ്ലയിൻറ്റ് അവർ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കംപ്ലയിൻറ്റ് മാറുന്നതായിരിക്കും. അല്ലാതെ നമ്മളിത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ ഒരു കംപ്ലയിൻറ്റ് മാറുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് കഴിവതും ഇതുപോലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ ചെറിയ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ മാറാൻ ശ്രമിക്കുക. അത് ഒരുപാട് നാളിരുന്ന് വലിയൊരു കംപ്ലയിൻറ്റ് ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.